സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് എടുത്തു. നെന്മാറ ബോയ്സ് ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി SPGയുടെ നേതൃത്വത്തിൽ അഡൽട്ട് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപിക ചന്ദ്രിക ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ SPGക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രധാനാധ്യാപിക ചന്ദ്രിക പറഞ്ഞു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈലിൻ്റെ ഉപയോഗം, ഡിജിറ്റൽ കാലഘട്ടത്തിൽ കുട്ടികൾ ഡിജിറ്റലായിട്ട് ദുരുപയോഗം ചെയ്യുന്നതും, അതുപോലെ തന്നെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, പൈസകൾ നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ എങ്ങനെ ജീവിതത്തിൽ കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും, അതുകൂടാതെ തന്നെ 5ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളിൽ ഏകദേശം ഹോർമോൺ ഡെവലപ്മെൻറ്റ് വരുന്നതുകൊണ്ട് ഈ 5ാം ക്ലാസ്സിൽ 10ഉം 12ഉം വയസ്സായ വിദ്യാർത്ഥികൾ മുതൽ നമ്മൾ വളരെയധികം കരുത്തും കരുതലും കൊടുക്കേണ്ട ഒരാവശ്യകതയും മുൻനിർത്തിക്കൊണ്ടാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കുറേ നല്ല മോട്ടിവേഷൻ ക്ലാസ് നൽകിയത്. 2 വർഷമായി സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നു. അധ്യാപകരും സമൂഹവും രക്ഷിതാക്കളും ഒപ്പം നെന്മാറ പോലീസ് സ്റ്റേഷനും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. ഇതിന് ഒരു നോഡൽ ഓഫീസറുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്ററും സൂക്ഷിക്കുന്നുണ്ട്. ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തനം കൊണ്ട് 2 വർഷമായി കൗമാരക്കാരുടെ ഇടയിൽ കൊണ്ടുവരുന്ന സ്വഭാവ ദൂഷ്യങ്ങളും മറ്റുള്ള ലഹരി ഉപയോഗ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ടെന്ന് നെന്മാറ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ അനൂപ് വിശദീകരിച്ചു. പലപ്പോഴും നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ മൊത്തം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജിലുമായിട്ട് പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അധ്യാപകരുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് പേര് പറയാതെ തന്നെ പരാതികൾ അതിലിടാം, അവരുടെ ആശയങ്ങൾ ഇടാം. കാരണം കുട്ടികൾ നമുക്കറിയാവുന്നതെല്ലാം ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ടും എല്ലാവിധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അവർക്കത് മനസ്സിലാകാതെ തന്നെ അത് തെറ്റായ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാനും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും കലാകായിക മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ നടത്തി വരുന്നത്. നോഡൽ ഓഫീസർ മഞ്ജുളിയും സംസാരിച്ചു.